എന്താപ്പാ? എന്താപ്പാ? ആ രവീന്ദ്രൻ നമ്മുടെ ഗോഡൌൺ പരിശോധിച്ച ഫയലുകൾ എല്ലാം എടുത്തോണ്ട് പോയി. ഇത്തവണ ഞാൻ അകത്തായത് തന്നെ. ഇനി എന്താ ഒരു വഴി? അയാളെ കാണുന്നില്ലല്ലോ. ഇനി ഫയൽ കിട്ടി കാണുമോ? കിട്ടാതെ എവിടെ പോവാനാ? നീ ചുമ്മാ ഇവിടെ കാണുന്നില്ലല്ലോ. ഞാൻ വരുന്നുണ്ട്. എന്തായി? ഞാനിനി നോക്കാനായിട്ട് ഒരു സ്ഥലവുമില്ല. അയ്യോ, കാര്യം കുഴപ്പമാവുമല്ലോ. ആ ബ്ലൂ പ്രിന്റ് കിട്ടിയില്ലെങ്കിൽ അപ്പൻ ഒരു വഴിയെ ഞാൻ കാണുന്നു. എന്താ? ആ രവീന്ദ്രനെ വളയ്ക്കാം. പ്രാവേ പ്രാവേ പോകരുതേ, ബാബ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. പാലും പഴവും ഞാൻ നൽകാം. എവിടെ നോക്കിയാ പാഠം ചൊല്ലുന്നത്? എവിടെയാടി നിന്റെ കെട്ടിയോൻ? മിസ്റ്റർ, ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കൂ. എടീ, നിന്റെ മറ്റവനോട് പറഞ്ഞേക്ക് ഞങ്ങളുടെ അപ്പൻ അലക്സാണ്ടർ മുതലാളിയോട് കളിച്ചവരാരും അധികനാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്ന്. കുറച്ചു കാലവും കൂടി സുന്ദരിയായ ഭാര്യയോടൊത്ത് കഴിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവന്റെ ആദർശങ്ങളൊക്കെ അങ്ങ് പോക്കറ്റ് ഇട്ടേക്കാൻ പറ. ഇനിയും ഞങ്ങളെ ഇങ്ങോട്ട് വരുത്തരുതെന്ന് അവനോട് പറഞ്ഞേക്ക്. ഓക്കേ, നല്ല ചരക്കച്ചായ. വരാൻ. ആരാ അമ്മ അത്? എന്താ അവര് പറഞ്ഞേ? ഒന്നുമില്ല. പിന്നെ എന്തിനാ അമ്മ അവര് വഴക്ക് പറഞ്ഞത്? അച്ഛൻ വരുമ്പോ പറഞ്ഞു കൊടുക്കാം. വേണ്ട മോളെ, അച്ഛനോട് പറഞ്ഞാൽ അവരോട് ഇന്ന് വഴക്കുണ്ടാക്കും. മോള് പറയല്ലേ. രവീന്ദ്രൻ സാറല്ലേ? അതെ, എന്റെ പേര് അലക്സാണ്ടർ. അലക്സാണ്ടർ മുതലാളി എന്ന് പറയും. ഞാൻ വന്നത് എന്തിനാണെന്ന് സാറിന് മനസ്സിലായി കാണും. മനസ്സിലായി, പക്ഷെ ഇപ്പോഴുള്ള ഈ വരവിന്റെ ഉദ്ദേശം മനസ്സിലായില്ല. ഞാൻ നേരത്തെ തന്നെ സാറിനെ വന്ന് കാണേണ്ടതായിരുന്നു. ക്ഷമിക്കണം. നമുക്ക് ഇതൊന്ന് ഒത്തുതീർപ്പിലാക്കണ്ടേ? ഏത്? സാർ എനിക്കെതിരെ കണ്ടുപിടിച്ച് റെക്കോർഡാക്കിയ കേസ് ഒന്ന് തേച്ചു മാറ്റി കളയണം. നിങ്ങളുടെ ഓഫീസിൽ നിന്ന് ഫയലുകളൊക്കെ എടുത്ത് മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റു. സാർ എനിക്കെതിരെ സാക്ഷി പറയാതിരുന്നാൽ മാത്രം മതി. തൽക്കാലം എതിരിക്കട്ടെ. അല്ല, ഇതുകൊണ്ട് അവസാനിച്ചെന്ന് വിചാരിക്കണ്ട. ഞാൻ നന്ദിയുള്ളവനാണ്. എന്നെ സഹായിക്കുന്നവരെ ഞാൻ കൈ അയച്ച് സഹായിക്കും. ഈ കേസ് ചാർജ് ചെയ്താൽ എനിക്ക് ജാമ്യം പോലും കിട്ടിയതെന്ന് സാർ അറിയാമല്ലോ. ഇതുവരെ ഞാൻ ഉണ്ടാക്കിയ പേരും പെരുമ എല്ലാം പോവും. സാറൊന്ന് മനസ്സിരുത്തിയാൽ. സാറെന്താ ഒന്നും മിണ്ടാ പോകുന്നു? നിങ്ങൾ പറഞ്ഞ വർത്തമാനത്തിന് കൈകൊണ്ടാണ് മറുപടി പറയേണ്ടത്. നിങ്ങളുടെ പ്രായത്തെ ഓർത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല. എന്റെ ജീവിതം തകരുന്ന പ്രശ്നമാണിത്. പിന്നെ ജന്മത്തെനിക്ക് പുറത്തു വരാൻ പറ്റില്ല. ഏതാനും സ്വർണ്ണ നാണയങ്ങൾക്ക് വേണ്ടി സ്വന്തം നാടിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറായ നിങ്ങൾ അത് അർഹിക്കുന്നു മിസ്റ്റർ അലക്സാണ്ടർ. അപ്പോ സാറിന്റെ തീരുമാനത്തിന് മാറ്റം ഇല്ല? ഒരു തീരുമാനം ഒരിക്കലെടുത്താൽ അത് മാറ്റുന്ന പതിവ് എനിക്കില്ല. ഞാൻ ആരാണെന്ന് ശരിക്കും അറിയാമല്ലോ. ചില്ലറ വല്ലവും കൂടുതൽ വേണമെങ്കിൽ ആ വിവരം പറഞ്ഞാൽ മതി. ഒന്നുമില്ലാത്തടത്തുനിന്ന് വളർന്നു വന്നവനാണ് ഞാൻ. വീണ്ടും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ എനിക്ക് ഒരു മടിയില്ല. എന്നെ പിണക്കുന്നത് സൂക്ഷിച്ചു വേണം. നിങ്ങൾ ഏത് നരകത്തിൽ വേണമെങ്കിലും പോയി തൊലേ. എനിക്കറിയേണ്ട ആവശ്യമില്ല.
ഞാനാ നീ ഇന്ന് വല്ലായിരിക്കും? ഒന്നുമില്ല. അയ്യോ, ഇതെന്ത് പറ്റി? ഒരു റെയ്ഡിന് പോയതാ. എന്തിനാ ഇല്ലാത്ത കുഴപ്പങ്ങൾക്കൊക്കെ പോകുന്നത്? എന്റെ ജോലിയല്ലേ, നീ എന്തിനാ പേടിക്കുന്നേ? നീ പോയി ചോറോളം, ഞാനത് കുളിക്കട്ടെ. എന്താ ഇൻസ്പെക്ടർ? സോറി മിസ്റ്റർ രവീന്ദ്രൻ, നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിന്? അലക്സാണ്ടർ മുതലാളിയെ കൊന്ന കുറ്റത്തിന്. ഞാനോ? അതെ ഇൻസ്പെക്ടർ, ഞാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സ്റ്റേഷനിൽ വന്നിട്ട് പറയാം. നീ പേടിക്കാതെ, ഞാൻ സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. ചേട്ടാ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. അവർക്ക് എന്തെങ്കിലും സംശയമുള്ളതുകൊണ്ടായിരിക്കും. നീ കഥ കളിച്ച് കിടന്നോളൂ.
ചെല്ല്. മാറി നിൽക്ക്. മാറ. ഇയാളെ ജീപ്പ് കയറ്റ്. പ്രതിക്ക് അവസാനമായി ഈ കേസിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അലക്സാണ്ടറുടെ കൊലപാതകവുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അതിനെക്കുറിച്ച് യാതൊന്നും എനിക്കറിയില്ല. ഞാൻ നിരപരാധിയാണ്. പ്രതി കുറ്റം സമ്മതിച്ചിട്ടില്ലെങ്കിലും തെളിവുകളെല്ലാം പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിരിക്കുന്നു. ആയതിനാൽ ഇന്ത്യൻ ശിക്ഷാ നിയമം 303 വകുപ്പ് അനുസരിച്ച് പ്രതി രവീന്ദ്രനെ ജീവപര്യന്തം കഠിന തടവിന് ഈ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. കരയാതിരിക്കും നിമ്മി. നിമ്മിയെ പോലെ തന്നെ വീട്ടുകാരെ ധിക്കരിച്ച് സ്നേഹിച്ച പുരുഷനോടൊപ്പം ഇറങ്ങിപ്പോന്നോളാണ് ഞാനും. വിധി നമ്മൾ രണ്ടുപേരോടും ഒരുപോലെ ക്രൂരത കാട്ടി. സഹിക്കല്ലാതെ മറ്റെന്ത് ചെയ്യാനാ? നിമ്മിക്കൊരു ആശ്വാസത്തിന് ഈ മോളെങ്കിലും ഉണ്ട്. മേരിക്കുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിക്ക്. പടച്ചോന്റെ കൃപ കൊണ്ട് സത്യം എന്തെങ്കിലും തെളിയും. ഒക്കെ ശരിയാവും. മിസസ് രവീന്ദ്രൻ ഒരു നോട്ടീസുണ്ട്. ഡിപ്പാർട്ട്മെന്റിൽ നിന്നാ. അത് തരാനാണ് ഞാൻ വന്നത്. ഒരാഴ്ചക്കകം ക്വാർട്ടേഴ്സ് ഒഴിഞ്ഞു കൊടുക്കണം. കളക്ടറുടെ ഓർഡറാണ്. ഞാൻ ഇറങ്ങട്ടെ. ഇതൊക്കെ ഓരോ പരീക്ഷണങ്ങളാ മോളെ. പക്ഷേ പതറാണ്ട് പിടിച്ചു നിൽക്കുന്നിടത്ത് ആ മിടുക്ക്. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കാൻ ഒരാഴ്ച ഒന്നും കാക്കണ്ട. അങ്ങനെ ആരുടെ സൗജന്യവും വേണ്ട. അർഹതയില്ലാത്തടത്ത് പിന്നെ ഒരു നിമിഷം നിന്നൂടാ. നമ്മളൊക്കെ ഇല്ലേ നിന്റെ കൂടെ? നിമ്മിക്ക് എന്റെ കൂടെ താമസിക്കാമല്ലോ മൊയ്തുക്ക. മേരിക്കുട്ടി പറഞ്ഞതാ അതിന്റെ ശരി. ചീത്തക്കാലം വരുമ്പോ ആരെങ്കിലും സഹായത്തിനുണ്ടെന്ന് തോന്നുന്നത് തന്നെ ഒരു വലിയ കാര്യ. രവീന്ദ്രൻ സാറിനോടും കുടുംബത്തോടും നമ്മളെക്കാൾ കൂടുതൽ അടുപ്പം മേരിക്കുട്ടിക്കുണ്ട്. മോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇത് സ്വന്തം വീടാന്ന് കരുതിക്കോ. ഒന്നുമില്ലേലും ഒരേ സങ്കടമുള്ളവർ ഒന്നിച്ചു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ആശ്വാസം.
ആ നിങ്ങൾ വല്ലതും കഴിച്ച് കഥ കടച്ച് കിടന്നോ. ഉം. ആ